ഇതാണ് നമ്മളെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. ഈ സമയത്തെ തീരുമാനം പോലെ ഇരിക്കും നമ്മളെ ഭാവി. അതെ, പ്ലസ് ടു കഴിഞ്ഞ് അടുത്ത് എന്താ പഠിക്കണ്ടേന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ ഈസിയാണ് വോട്ട് കൂട്ടാൻ നയിച്ചു പറഞ്ഞു. അത് ശരിയാണ്. പക്ഷെ അതിലാരെ തെരഞ്ഞെടുത്താലും ഭാവി ഒന്ന് തന്നെയാണ്. പക്ഷെ ഇതെങ്ങനെയല്ല. നിങ്ങളെ പ്ലാൻ എന്തായി? തീരുമാനം വല്ലതും ആയാ? ഇല്ല, നേഴ്സിങ്ങിന് പോയാലോ എന്നാണ്. നീ വരുന്ന? അയ്യേ, അതിലും പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളല്ലേ. ഈ ആശുപത്രിയിൽ തന്നെ ആരെങ്കിലും നേഴ്സിന്ന് വിളിക്കുന്ന ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. ഞാൻ ഡോക്ടർ ആവാനാ പ്ലാൻ. നന്നായി, നീ ഡോക്ടറായ നമുക്ക് ആശുപത്രിയിൽ നഴ്സായിട്ട് വരാലോ. അയ്യടാ, അത്രക്കും വലിയ പ്ലാനിങ് ഒന്നും വേണ്ട. സിലി ഗേൾസ്. അപ്പോ ഹോസ്പിറ്റലിലെ പണി പോയ സ്ഥിതിക്ക് എഞ്ചിനീയറിംഗ് നോക്കിയാലോ? എന്താ സിവില് നോക്കിയാലോ? സിവില് വേണ്ട. അത് പഠിച്ച അനൂപാട്ടിന് ഇപ്പൊ മേസ്ത്രീൻ്റെ കൂടെ പൂഴിയരിക്കാൻ പോലാണ്. എന്നാ പിന്നെ മെക്കാനിക്കൽ നോക്കാം. മെക്കറാണിയാവാ. ആമ്പിളറുടെ ഇടയിൽ കിടന്ന് വിലസ കേൾക്കാൻ സുഖല്ലുണ്ട്. പക്ഷെ അച്ഛൻ കോളേജിൽ പറന്ന് ഇടിപ്പിച്ചു വിടും. ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. എന്നാ പിന്നെ നിങ്ങൾ ചർച്ച ചെയ്യും, ഞാൻ പോവാ. നിക്കടാ, എന്നാ ഇത്ര തിരക്ക്? പ്ലസ് ടു പൊട്ടുകൊണ്ട് എന്നാ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. മാഷൊന്നും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആരോട്? എന്നോട്. അപ്പൊ നീ പാസ്സാവാണ്ട ഡോക്ടർ ആവണമെന്ന് പറഞ്ഞേ? പാസ്സായതിനു ശേഷമുള്ള ആഗ്രഹം സമയമുണ്ടല്ലോ. എന്തൊരു പ്ലാനിങ് അല്ലേ. പാസ്സാവാത്ത ഓന് വരെ പ്ലാനിങ് ഉണ്ട്. പാസ്സായ നമുക്ക് ഒരു പ്ലാനിങ്ങും ഇല്ല. ബ്രില്യന്റ് മാൻ.